എ ആണ് പുതിയ ടെക്നോളജി. ലോകം മാറുന്നതും എല്ലാം ഇനി അതിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമുക്ക് ഈ ഏരിയയിലാണോ ചെയ്തിരിക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ പറയാൻ പറ്റുന്ന പരുവത്തിലെത്തിയത് പറയും? ഡെഫിനറ്റ്ലി എ തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു 4 വർഷം 3 വർഷം മുന്നേ ChatGPT എന്ന് പറയുന്ന ഒന്നുമില്ല. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുള്ളതുപോലെ തന്നെ ChatGPTയോ ജെമിനിയോ ക്ലോഡോ ഗ്രോക്കോ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിൽ വേണം. കാരണം ഇത് നമ്മുടെ ഡെയിലി, നമുക്ക് നേരത്തെ കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റിന്, ഇതിനെല്ലാം കൂടെയുള്ള സൊല്യൂഷനാണിത്. ബട്ട് AI ഡസ് നോട്ട് റീപ്ലേസ് ഹ്യൂമൻസ്. ഒരിക്കലും ആൾക്കാർ വേണ്ട എന്നല്ല, പക്ഷേ ഇത് ഇഫ് യു ആർ നോട്ട് യൂസിങ് AI, ദ പേഴ്സൺ ഹു യൂസേഴ്സ് AI വിൽ റീപ്ലേസ് യു. അപ്പൊ അതാണ്. അതുകൊണ്ട് എന്ത് വേണം, നമുക്ക് ഈ AI സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം, ഇതിൽ ബെറ്റർ ഏതാണെന്ന് അറിയണം, എന്താണ് ഇതിന്റെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ അറിയണം. അപ്പോൾ പല ആൾക്കാരും AIക്ക് പാകമാകുന്ന രീതിയിൽ ബിസിനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ AI കൊണ്ടുവരാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ AI എന്ന് പറയുമ്പോൾ ചാടിക്കേറിയോ AI ഇംപ്ലിമെന്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം ബിസിനസ്സിനെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു പ്രോഡക്റ്റ്, അതിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ നമുക്ക് AIയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം, അതിന് നമ്മൾ എന്തൊക്കെയാണ് AIയുടെ സാധ്യതകളെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ വേവിതയിലെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ അതിലെ കോഴ്സിൻ്റെ കരിക്കുലം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് AIയുടെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാനുവൽ എഫേർട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് എഡ്യൂക്കേറ്റേഴ്സിന് ഫ്രീ ആയിട്ട് അതെല്ലാം AI വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.